പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ സുന്ദരമായ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ്. നാളെ വെള്ളിയാഴ്ച മഗ്‌രിബോടുകൂടി അൽഹംദുലില്ലാഹ് വിശുദ്ധമായ 17-ാം രാവ് നമ്മളിലേക്ക് വരികയാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഒരുക്കി വെക്കേണ്ട ചെയ്യേണ്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ വീറുറ്റ 313 പേരുടെ ആ ബദരീങ്ങളുടെ വീറുറ്റ ചരിത്രം നമ്മുടെ ഉൾപുളകിതരാക്കണം. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നമുക്കൊന്ന് കേൾക്കാം. അവരിൽ നിന്നും പഠിക്കേണ്ട സുന്ദരമായ പാഠങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ആരാണ് ബദരീങ്ങൾ? ഈ ബദരീങ്ങൾക്ക് മുസ്ലിം സമുദായം എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്, ഇത്രമാത്രം വില കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള വിശദമായ ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. മാത്രമല്ല ബദരീങ്ങൾ അവർ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ്. അവരുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല എങ്ങനെയാണ് സന്തോഷം കൊടുത്തത്? ആ സന്തോഷം കിട്ടാനുള്ള കാരണം 4 കാരണങ്ങൾ കൊണ്ടാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബദരീങ്ങളോടൊപ്പം നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ അല്ലേ? നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണം. അവിടെ ബദരീങ്ങളുണ്ടാകും, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ടാകും. പക്ഷേ സ്വഹാബിമാരിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്വഹാബിമാർ അത് ബദരീങ്ങളാണ്. അപ്പോൾ ഈ ബദരീങ്ങളോടൊപ്പം തന്നെ നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിന് ഒരു സ്വലാത്ത് നമുക്ക് ഇന്നോട്ട് പറഞ്ഞാലോ? സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സമയമാണ്, സന്ദർഭമാണ്. അതുകൊണ്ട് ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു സ്വലാത്ത് അത് ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനം നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ബദരീങ്ങളെ പറ്റിയുള്ള അനുസ്മരണമാണ് ഇന്നത്തെ നമ്മുടെ സദസ്സ്. കാരണം അവരെ പറ്റി പറയുന്ന ചരിത്രം കേൾക്കുന്നത് പോലും എന്താണ്? പുണ്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തും പടച്ചവന്റെ മർഹമത്തും അല്ലാഹുവിൻ്റെ നരകമോചനവും സ്വർഗപ്രവേശനവും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മാപ്പും ഒക്കെ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ ദൂരീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിന്റെ 2-ാമത്തെ 10-ലാണ് നമ്മളുള്ളത്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. അതായത് റമദാൻ മാസത്തിന്റെ 15-ാമത്തെ നോമ്പാണ്, 15-ാമത്തെ പകലാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ 16-ാം രാവിലേക്ക് പ്രവേശിക്കുന്നു. നാളെ 16-ാമത്തെ ദിനമാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി വിശുദ്ധമായ റമദാനിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുന്നു. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. നാളെ വെള്ളിയാഴ്ച മഗ്‌രിബോടുകൂടി നമ്മൾ ഏതിലേക്ക് കടക്കുന്നു? 17-ാം രാവിലേക്ക് കടക്കുന്നു. അതായത് ബദർ ദിന രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബദരീങ്ങളുടെ ആണ്ട് രാവിലേക്ക് നാളത്തെ മഗ്‌രിബോടുകൂടി, നാളെ വെള്ളിയാഴ്ച മഗ്‌രിബോടുകൂടി കടക്കും. അപ്പൊ ഇന്നുള്ളത് 15-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി 16-ാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുടക്കം തന്നെ പറയാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇത്രയും ദിവസം നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റി. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയുള്ള ദിവസം, ഇനിയിപ്പോൾ പകുതിയോളം ദിവസം ഇനിയുമുണ്ട് അല്ലെ? ഇനി ഒരു 15-14 ദിവസം കിട്ടും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ പ്രത്യേകമായി പറയാനുള്ളത്, ഇന്ന് നമ്മൾ 16-ാം രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. അപ്പോൾ ഇന്നത്തെ തറാവീഹ് നമസ്കാരത്തിന് ശേഷം നമ്മൾ വിത്ർ നിസ്കരിക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ വിത്ർ നമസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ നമ്മൾ റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുന്നു. അതായത് സുജൂദിന് മുമ്പുള്ള നമ്മുടെ ആ നൃത്തത്തിൽ നമ്മൾ സാധാരണ സുബ്ഹി നമസ്കാരത്തിലൊക്കെ ഓതുന്ന കുനൂത്ത് ഓതാൻ മറന്നു പോവണ്ട. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ വീട്ടിൽ ഉമ്മമാർ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നേരെ സുജൂദിലേക്ക് പോവാതെ ആ ഒരു കുനൂത്ത് ഓതിയിട്ട് വേണം സുജൂദിലേക്ക് പോവാൻ. പലരൊക്കെ ചോദിക്കുന്നു, ഉസ്താദെ കുനൂത്ത് ഓതാൻ ഞങ്ങൾക്കറിയാം, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയില്ല. അതിൻ്റെ അർത്ഥം ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുനൂത്ത് എന്താണ്? കുനൂത്തിന്റെ അർത്ഥം എന്താണ്? അതുപോലെ തന്നെ നമ്മൾ ഈ കുനൂത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുനൂത്ത് ഓതുമ്പോൾ കൈ എങ്ങനെയാണ് ഉയർത്തേണ്ടത്? ഇനി കുനൂത്ത് മറന്നുപോയി നമ്മൾ നേരെ സുജൂദിലേക്ക് പോയി, അപ്പൊ എന്ത് ചെയ്യണം? കുനൂത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മാറും. കാരണം ഇന്നത്തെ നമ്മളെ വിത്ർ നമസ്കാരം തൊട്ട് ഇനി റമദാൻ തീരുന്നത് വരെയുള്ള വിത്ർ നമസ്കാരത്തിലൊക്കെ നമ്മൾ എന്തായാലും ഈ കുനൂത്ത് ഓതിയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കാണാൻ മറന്നു പോവണ്ട. അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാവരും ഉള്ളത് പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവിലാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് കടന്നു വരും, നമ്മൾ പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാത്രമല്ല നമ്മൾ ബദർ ദിനം, നമ്മൾ ഇന്നലെ ബുധനാഴ്ച
ബദരീങ്ങളുമായി ബന്ധപ്പെട്ട വിശാലമായ ഒരു ചർച്ച നമ്മൾ ചെയ്തിരുന്നു അല്ലെ. ബദരീങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ, ബദരീങ്ങൾ എങ്ങനെ അവർക്ക് ആ ഒരു വലിയ സ്ഥാനം കിട്ടി, ഒരു 10 കാര്യങ്ങൾ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 313 സ്വഹാബിമാരുണ്ടല്ലോ, ഈ 313 ബദരീങ്ങൾ, ആ ബദരീങ്ങൾ അവരുടെ വീറുറ്റ ചില ചരിത്രങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പറയാൻ പോവുകയാണ്. അല്ലാഹു തആല ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് ആ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി കേൾക്കാം. അവസാനം നമുക്ക് ദുആരക്കാം. അല്ലാഹു തആല അവരോടൊപ്പം നമ്മളെ സ്വീകരിക്കട്ടെ, അവരോടൊപ്പം നമ്മളെ സ്വർഗ്ഗത്തിൽ കടത്തട്ടെ. എന്താണ് ബദരീങ്ങളുടെ വീറുറ്റ ചരിത്രം? കേട്ടോ. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്, ജനിക്കുന്നത്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് ഒരു തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ്. നമ്മളൊക്കെ റമദാനിൻ്റെ 3ാമത്തെ തിങ്കളാഴ്ച രാവിലാണുള്ളത്. അപ്പോൾ പുണ്യമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ നിഅമത്തും തരട്ടെ, ആമീൻ. അപ്പോൾ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു. നബിതങ്ങൾ ഇങ്ങനെ വളരുകയാണ്. 1 വയസ്സ് കഴിഞ്ഞു, നബിക്ക് 2 വയസ്സ് കഴിഞ്ഞു, 3 വയസ്സ് കഴിഞ്ഞു, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി, ഇങ്ങനെ ഓരോ വയസ്സും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നബിതങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുണ്ടായി. അതിലുപരിയായി നബിതങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായി. നബിതങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു, വല്ലുപ്പ മരണപ്പെട്ടു, അതുപോലെ തന്നെ നബിതങ്ങൾക്ക് ഉറ്റവരും ഉടവരുമായ പലരും മരണപ്പെട്ടു പോയി. ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ഒരുപാട് സങ്കടങ്ങൾ, അങ്ങനെ ഒരുപാട് ദുഃഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നു. അതിൻ്റെ ഇടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ മേയ്ക്കാനുള്ള ജോലി ഏറ്റെടുത്തു. അതിനുശേഷം ഒരു കച്ചവടക്കാരനായി മാറി. അപ്പോഴാണ് നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്, അതുപോലെ അവരുടെ കല്യാണം കഴിഞ്ഞു, അതിൽ മക്കളുണ്ടാകുന്നു. അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായി. 40ാമത്തെ വയസ്സിലാണ് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹ്യ് ഇറങ്ങുന്നത്, പ്രവാചകത്വം ലഭിക്കുന്നത്. അപ്പൊ 40ാമത്തെ വയസ്സ് വരെ ജനങ്ങളെല്ലാവരും അൽ അമീൻ, വിശ്വസ്തനാണ്, ഞങ്ങൾക്ക് എന്തും ഏൽപ്പിക്കാൻ പറ്റും. നബിതങ്ങൾ അന്നത്തെ കാലത്ത് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാൽ നബിയുടെ അടുക്കൽ വരും, അതിന് പരിഹാരം കാണാൻ. ഇപ്പോൾ ഏതെങ്കിലും ആളുകൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ വരും, നബിയുടെ അടുക്കൽ വരും. എന്തിനാണ്? അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു, എല്ലാവരാലും സർവ്വ സമ്മതനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അൽ അമീൻ, അൽ അമീൻ, വിശ്വസ്തൻ എന്നായിരുന്നു നബിയെ വിളിച്ചിരുന്നത്. അങ്ങനെ 40ാമത്തെ വയസ്സെത്തി. നബി തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ എന്ന മലക്ക് അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് നബി തങ്ങൾക്ക് എന്ത് കൊടുക്കുകയാണ്? പ്രവാചകത്വം കൊടുക്കുകയാണ്, അതുപോലെ വഹി ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രവാചകത്വം കിട്ടിയതിനു ശേഷം പിന്നീട് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാനൊരു പ്രവാചകനാണ്, ഞാൻ അന്ത്യപ്രവാചകനാണ്, ഞാനൊരു നബിയാണ് എന്ന് തൻ്റെ കൂടെയുള്ള ആളുകളോട് പറയാൻ തുടങ്ങി. അപ്പം മുതലാണ് നബിതങ്ങൾക്ക് എതിർപ്പുകൾ വരാൻ തുടങ്ങുന്നത്, നബിക്ക് ശത്രുക്കൾ കൂടിക്കൂടി വരുന്നത്. നബിതങ്ങളുടെ ഉറ്റവരും ഉടയവരുമായി അന്ന് വരെ ഉണ്ടായിരുന്ന പല ആളുകളും നബിതങ്ങളെ തള്ളിപ്പറയുകയാണ്, നബിതങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്, നബിതങ്ങളെ പലപ്പോഴും വധിക്കാൻ വേണ്ടി വരെ അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഹദിയായ ഖദീജ ബീവി, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസർ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ്, ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ മാത്രമാണ് നബിതങ്ങൾ പ്രവാചകരാണെന്ന് നബിതങ്ങൾ സമൂഹത്തോട് പറയുന്ന സമയത്ത് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഏതാനും ചില ആളുകൾ മാത്രമാണ്. അങ്ങനെ മക്കയിലുള്ള പല ആളുകളും നബിയുടെ അടുക്കലേക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ശത്രുക്കൾ കൂടുകയാണ്, ശത്രുക്കൾ ഉപദ്രവിക്കാൻ തുടങ്ങി, നബിതങ്ങളെ നേരിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾ അവരെയും ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40ാമത്തെ വയസ്സ് മുതൽ 53ാമത്തെ വയസ്സ് വരെ നബിതങ്ങൾ മക്കയിൽ തന്നെ താമസിച്ചു. ആ മക്കയിൽ താമസിച്ച 13 വർഷം, ഒന്ന് ഓർത്തു നോക്കിയേ, 13 വർഷം നിരന്തരമായി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശാരീരികമായും മാനസികമായും നബിയെ മാത്രമല്ല നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ ഏതാനും ചില ആളുകൾ അവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ചരിത്രം വിശാലമാണ്. ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ സുമയ്യ ബീവി ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട്
ഇസ്ലാമിന്റെ ആദ്യത്തെ ഷഹീദാണ് മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ. അവരുടെയൊക്കെ ശരീരത്തിൽ ഏൽക്കാത്ത മുറിവുകളില്ല. അവരുടെ ശരീരത്തിൽ ആകമാനം കുന്തങ്ങൾ കൊണ്ട് കുത്തുകയും അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവം, മരുഭൂമിയിൽ കമിഴ്ത്തി കിടത്തി കല്ലുകൾ കയറ്റി വെച്ച് ശൂലം കൊണ്ട് കുത്തി അവസാനം മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരെ കൊന്നുകളഞ്ഞു, അവരെ വധിച്ചു കളഞ്ഞു. അവരാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ ഷഹീദ്. അത് കഴിഞ്ഞ് പിന്നെ മഹാനായ ബിലാൽ മുഅദ്ദീൻ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു അടിമയാണ് അല്ലെ. അബൂജഹൽ എന്ന് പറയുന്ന കാട്ടാളനായ മനുഷ്യൻ, അവൻ വന്നിട്ട് ബിലാൽ തങ്ങളെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നുണ്ട്, വസ്ത്രമുരിഞ്ഞിട്ട് മരുഭൂമിയിൽ ചുട്ടുപഴുത്ത മണ്ണിൽ കിടത്തുന്നുണ്ട്, ചവിട്ട് നിൽക്കുന്നുണ്ട്. എന്താ ഒരൊറ്റ കാരണമാണ് ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണം. ഇത് കേവലം ബിലാൽ തങ്ങളെയും സുമയ്യ ബീവിയെയും മാത്രമല്ല, ഒരുപാട് സ്വഹാബിമാരെ ഈ സമയത്തൊക്കെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബിമാർ ഓടി വന്നിട്ട് പറയും, നബിയേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആരക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് നബിയേ, ഞങ്ങൾ അവരെ അടിക്കുകയാണ്, ഞങ്ങളെ തെറി പറയുകയാണ്, ഞങ്ങളുടെ സമ്പത്ത് എടുത്തുകൊണ്ടു പോവുകയാണ്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ ഞങ്ങൾക്കിനി പറ്റൂല നബിയെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ്. എന്താണ് അള്ളാഹു ഞങ്ങളെ സഹായിക്കാത്തത്? ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ എത്രമാത്രം പീഡനങ്ങളാ, എത്രമാത്രം വേദനകളാ ഞങ്ങൾ സഹിക്കുന്നത്. ഓരോ സ്വഹാബിമാർ പക്ഷേ ഇത്രമാത്രം വേദനകൾ ഉണ്ട് എങ്കിലും ഓരോ ദിവസവും കഴിയും തോറും ഇസ്ലാമിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടുവന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മഹാനായ ഹംസത്തുൽ ഖറാർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് പല ആളുകളും പല പ്രമുഖരും ഇങ്ങനെ കടന്നു വരികയാണ്. ആ സമയത്തൊക്കെ നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയേ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് തിരിച്ചടിച്ചാലോ, നമ്മുടെ കൂടെ ഉമറുണ്ട്, നമ്മുടെ കൂടെ ഹംസയുണ്ട്, നമ്മുടെ കൂടെ അബൂബക്കറുണ്ട്, നമ്മുടെ കൂടെ അലിയുണ്ട്. നബിയെ നമ്മൾ ശക്തന്മാരാണ്, നമ്മളെ വെറുതെ ഉപദ്രവിക്കുകയാണല്ലോ, ഈ ഉപദ്രവിക്കുന്ന ശത്രുക്കളെ നമുക്കൊന്ന് തിരിച്ചടിച്ചാലോ എന്ന് പല സ്വഹാബിമാരും വന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ഇല്ല, അതിനുള്ള സമയമായിട്ടില്ല, നമ്മളിത് സഹിച്ചേ പറ്റൂ. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. ഒരുപാട് പേർ ഇന്നും എത്രയോ സഹോദരങ്ങൾ ഒരൊറ്റ കാരണം മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഗസയില്, ഫലസ്തീനില്, സിറിയയില്, അതുപോലെ തന്നെ ലെബനോനില്, അതുപോലെ എന്തിനങ്ങോട്ടൊക്കെ പോകണം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ ക്രൂരമായി, എത്രയോ ആളുകൾ ശാരീരികമായി മാനസികമായി നേരിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എത്രയോ ആളുകളാണ് ക്രൂശിക്കപ്പെടുന്നത്, എത്രയോ ആളുകളാണ് പരിഹസിക്കപ്പെടുന്നത്, എത്രയോ ആളുകളാണ് അപമാനിതരാകുന്നത്. ഞാൻ കൂടുതൽ വിശദീകരണത്തിൽ കടക്കുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റബ്ബേ എത്രയോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എത്രയോ വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. എത്രയോ വാർത്തകളാണ് ഹോളിയുടെ പേരിൽ എത്രയോ പള്ളികൾ ടർപ്പോള കൊണ്ട് മൂടിയിട്ടു. 72ഓളം പള്ളികൾ ആ ടർപ്പോള കൊണ്ട് ഹോളി എന്ന് പറയുന്ന ആ ഒരു ആചാരം അവരെ നടത്തിക്കോട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്നു, അതിൻ്റെ പേരിൽ പള്ളികളിൽ അതിക്രമം നടത്തുന്നു. എത്രയോ കരുണ പറ്റിയ വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഞാൻ ചരിത്രത്തിലേക്ക് വരികയാണ്. ഇവിടെയാണ് നമ്മൾ ബദരീങ്ങളെ സ്മരിക്കേണ്ടത്. ഇവിടെയാണ് ബദർ. ആ ബദർ ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 13 വർഷം അവർ അടിയും ഇടിയും തൊഴിയും ഒക്കെ കൊണ്ടു തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല. ഉമർ തങ്ങൾക്ക് പലപ്പോഴും, ഉമർ എന്ന് പറഞ്ഞാൽ ആരാ? മക്ക വിറപ്പിച്ച ആളാ. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഉമർ എന്ന പൂച്ചക്കുട്ടിയായി മാറി. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ ഇപ്പൊ ഒന്നും ചെയ്യരുത് കേട്ടോ, ഇപ്പൊ നമ്മൾ ഇത് സഹിക്കലാണ്, അള്ളാന്റെ തീരുമാനം അതാണ്, സഹിക്കലാണ്. അങ്ങനെ 13 വർഷം ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അവരൊക്കെ സഹിച്ചു. ക്ഷമയാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, നമ്മൾ ക്ഷമിക്കേണ്ടവരാണ്. അപ്പോൾ അവിടെ ഒന്നും നബി തങ്ങൾ തിരിച്ചടിച്ച്, നബി ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അവിടെ ചോര പുഴ ഒഴുകിയേനെ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഒന്നും പറ്റൂല, നമുക്ക് ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാ, നമ്മൾ മുസ്ലിമീങ്ങളാ, ഇത് സഹിക്കണം, ഇത് ക്ഷമിക്കണം. ക്ഷമയാണ് ആദ്യം പഠിപ്പിച്ചത്, ക്ഷമയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയുന്നത് ഒരുപാടുണ്ട്. 3 വർഷത്തോളം ശിഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന താഴ്വരയിലേക്ക് ആ മക്കയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ, നബി തങ്ങൾ ഉൾപ്പെടെ മുസ്ലിമീങ്ങളെ ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ, മക്കയിലെ കുഫാരിങ്ങൾ നാട് കടത്തി. നിങ്ങൾ ഇനി ഇവിടെ വേണ്ട, മുസ്ലിമീങ്ങൾ ആരും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരെ ശിഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന ഒരു മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി ഇട്ടുന്നാൻ. 3 വർഷം ചൂടും തണുപ്പും കൊണ്ട്
ആകാശം മേൽക്കൂരയാക്കി ഭൂമി ചവിട്ടി നിന്ന് ഭൂമിയിൽ ഇരുന്നിട്ട് അവരങ്ങനെ വിഷമിച്ചു, സങ്കടപ്പെട്ടു. കഴിക്കാനൊന്നുമില്ല, എല്ലും തോലുമായി സ്വഹാബിമാര് മാറി. അവസാനം അവർ പച്ചിലകൾ പറിച്ച് കഴിച്ചിട്ട് ഒട്ടകങ്ങൾ കഷ്ടിക്കുന്നത് പോലെ ഞങ്ങൾ കഷ്ടിച്ചു എന്ന് പോലും പറഞ്ഞ സ്വഹാബിമാരുണ്ട്. അങ്ങനെ അവസാനം അതാ അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്, നബിയേ 13 വർഷം നിങ്ങൾ സഹിച്ചില്ലേ, നിങ്ങൾ ക്ഷമിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് പോകാം. എങ്ങോട്ടാ നിങ്ങൾ പോകേണ്ടത്? നിങ്ങൾ മദീനയിലേക്ക് പോകണം. അതാ മദീനയിലേക്ക് ഹിജ്റ പോവുകയാ, പലായനം ചെയ്യുകയാ. ആ സമയത്ത് കുറെ സ്വഹാബിമാര് ഓടി അവർ ചെന്നു, അവരുടെ വീടുകളിലേക്ക് ചെന്നിട്ട് അവരുടെ സാധന സാമഗ്രികളെല്ലാം എടുത്തിട്ട് മദീനയിലേക്ക് ഹിജ്റ പോവുകയാ, അവർ നാട് വിട്ടു പോവുകയാ. ആ സമയത്ത് ഉറ്റവരെയും ഉടയവരെയൊക്കെ വിട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനയാണ് മദീനയിലേക്ക് പോകാൻ. അവരിങ്ങനെ മദീനയിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന സ്വഹാബിമാരെയും മക്കയിലെ ആളുകൾ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ മക്കക്കാരുടെയാണ്, ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. അവരെല്ലാം അവിടെ ഉപേക്ഷിച്ച് അവർ ജീവനും ശ്വാസവും മാത്രമായിട്ടാണ് പല സ്വഹാബിമാരും കാൽനടയായി ഏകദേശം 500-ലധികം വരുന്ന കിലോമീറ്ററുകൾ നടന്ന് ദുർഘടമായ യാത്ര. ഇന്നിപ്പോ മെട്രോ ട്രെയിനുകളുണ്ട്, ബസ് സംവിധാനങ്ങളുണ്ട്, ഫ്ലൈറ്റ് സംവിധാനങ്ങളുണ്ട്. അന്നതൊന്നും ഇല്ലാത്ത കാലമാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഏകദേശം അന്നത്തെ കണക്കനുസരിച്ച് 500 കിലോമീറ്റർ അവർ നടന്നവർ പോവുകയാണ്. അങ്ങനെ മദീനയിലേക്ക് ചെല്ലുന്നു. മദീനയിലേക്ക് സ്വഹാബിമാർ വന്നപ്പോ അവിടെ അൻസ്വാരികളായ സ്വഹാബിമാർ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. നബിയെയും സ്വഹാബിമാരെയും ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ മദീനയിലേക്ക് ആ സ്വഹാബിമാര് കടന്നു വന്നു. 13 വർഷം ഒരുപാട് വേദനകളും ഒരുപാട് പ്രയാസങ്ങളും സഹിച്ച സ്വഹാബിമാർ മദീനയിലേക്ക് കടന്നു വരികയാ. അങ്ങനെ മദീനയിലേക്ക് വന്നു, നബി തങ്ങളെ സ്വീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകോപിതമായി മദീനയിലെ എല്ലാ വിഭാഗം ആളുകളും അള്ളാഹുവിന്റെ ഹബീബിനെ മദീനയുടെ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കുകയാണ്. 2 വർഷം നബി തങ്ങൾ അങ്ങനെ നബിയും സ്വഹാബിമാരും അങ്ങനെ സ്വസ്ഥമായ ജീവിതം നയിക്കുകയാണ്. പക്ഷേ ആ 2 വർഷത്തിന് ശേഷം അതാ പലപ്പോഴും മക്കയിൽ നിന്നും പല ശത്രുക്കളും കടന്നു വരികയാണ്, മദീനയിലേക്ക് വരികയാണ്. രാത്രികാലങ്ങളിൽ മുസ്ലിമീങ്ങളുടെ സമ്പത്തുകൾ നശിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കുന്നു, മുസ്ലിമീങ്ങളുടെ വീടുകൾ അപഹരിക്കുന്നു. അതായത് മക്കയിൽ നിന്നും നാട് വിട്ട് മദീനയിലേക്ക് വന്നിട്ടും മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ, മക്കയിലെ ഉപദ്രവകാരികളായ ആളുകൾ, മക്കയിലെ ശത്രുക്കൾ മദീനയിലും അവർക്ക് സ്വൈര്യം കൊടുത്തില്ലെന്നാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നമ്മളാരും തിരിച്ചടിക്കാൻ പോവണ്ട, അവരെവിടം വരെ പോകും നോക്കട്ടെ. ഈ കൊത്തി മുറത്തിക്കൊത്തുക എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. കൊത്തി മുറത്തിൽ കൊത്തിയെന്ന്. അതായത് മക്കയിൽ ഒരുപാട് വേദനകളൊക്കെ സഹിച്ചിട്ടാണ് മദീനയിലേക്ക് വന്നത്. ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് മദീനയിൽ വന്നിട്ടും സ്വസ്ഥത കൊടുക്കുന്നില്ല, സ്വൈര്യം കൊടുക്കുന്നില്ല. അവിടെയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ ആരും തിരിച്ചെടുക്കാൻ പോകണ്ട. അവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമയാണ് സ്വഹാബിമാർക്ക് നമ്മളൊന്നും ചെയ്യണ്ട, നമുക്കതിന് സമയമായിട്ടില്ല. അവിടെയൊക്കെ നബി തങ്ങൾ സഹിച്ചു, ക്ഷമിച്ചു. ആ സമയത്താണ് അറിയുന്നത് മക്കയിൽ മുസ്ലിമീങ്ങളായ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമുക്കവർ തന്നില്ല. അതൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങളൊക്കെ മദീനയിലേക്ക് പോയിക്കോ, പക്ഷെ നിങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ സമ്പത്താണ്, അതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കയിൽ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ഇട്ടിട്ട് വന്ന ആ സമ്പത്ത് മുഴുവനും എടുത്തിട്ട് അതെല്ലാം കൊണ്ട് അബൂ സുഫിയാൻ എന്ന് പറയുന്ന മക്കയിലെ അന്നത്തെ മുതലാളി അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? സിറിയയിലേക്ക് പോയിട്ടുണ്ട്, ഷാമിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി കച്ചവടം ചെയ്തു, കൊള്ള ലാഭം ഉണ്ടാക്കിയിട്ട് അത് ആ മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്നൊരു വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, സ്വഹാബിമാരെ, അബൂ സുഫിയാൻ നമ്മൾ മക്കയിൽ ഉപേക്ഷിച്ചിരുന്ന സമ്പത്തെല്ലാം നമ്മുടെ സമ്പത്താണത്. ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ വേണ്ടാതെ ഉപേക്ഷിച്ചതല്ല, വേണം, പക്ഷെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള നമ്മുടെ സമ്പത്തുകളൊക്കെ ശേഖരിച്ചിട്ട് അവൻ കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോയിട്ടുണ്ട്. അവൻ അവിടെ നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് അവൻ കൊള്ള ലാഭമോ ഒരുപാട് സമ്പത്ത് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ അതുമായിട്ട് തിരിച്ച് ബദറിലൂടെ എങ്ങോട്ട് പോകുന്നു? മക്കയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ബദർ വരെ ഒന്ന് പോകണം. പോയിട്ട് അബൂ സുഫിയാന്റെ കയ്യിൽ നിന്നും നമ്മുടെ സമ്പത്ത് മാത്രം, വേറെ ഒന്നും വേണ്ട, കാരണം നമ്മുടെ സമ്പത്താണത്.
നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്, അത് നമുക്ക് തിരിച്ചു വാങ്ങണം. ആ ഒരൊറ്റ ലക്ഷ്യം, നമ്മുടെ സമ്പത്ത് നമുക്ക് തിരിച്ചു വാങ്ങണം. ആ ലക്ഷ്യവുമായിട്ട്, അതായത് ഒരു യുദ്ധമോ ഒരു സമരമോ ഒരു പോരാട്ടമോ ഒന്നുമല്ല നബി തങ്ങൾ അവിടെ ഉദ്ദേശിച്ചത്. സ്വഹാബിമാർ അങ്ങനെ പറഞ്ഞെങ്കിൽ മദീനയിൽ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു, അവരെല്ലാവരുമായിട്ട് നബി തങ്ങൾക്ക് പോകാമായിരുന്നില്ലേ? അവിടെ എത്രയോ വാളുകളും യുദ്ധത്തിന് വേണ്ടിയുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നു, അതൊക്കെയായിട്ട് അവർക്ക് പോകാമായിരുന്നു. പക്ഷെ ഒന്നും പോയില്ല അല്ലെ? ഏതാനും ചില ഒട്ടകങ്ങൾ, ഏതാനും ചില കുതിരകൾ, ഏതാനും ചില പടയങ്കികൾ. പിന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്കൊരു വാളുണ്ടാവും കയ്യിൽ, അത് അവരുടെ ഒരു പാരമ്പര്യമാണ്. അങ്ങനെ വാളുണ്ടായിരുന്നു, നുരുമ്പിച്ച വാളുകൾ. യുദ്ധത്തിനാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് നല്ല വാളുകൾ അവിടെ ഉണ്ടായിരുന്നു, അതെടുക്കാമായിരുന്നു. പക്ഷെ യുദ്ധത്തിനല്ല പോയത്, അവരുടെ സമ്പത്ത് അവർക്ക് തിരിച്ചു വാങ്ങണം. അങ്ങനെ പോകുന്നു, ബദറിലേക്ക് പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ വരുന്ന സ്വഹാബിമാരും ബദറിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. അബൂ സുഫിയാൻ വരുമ്പോൾ അബൂ സുഫിയാന്റെ കയ്യിൽ നിന്നും നമ്മുടെ സമ്പത്ത് നമുക്ക് തിരിച്ചു വാങ്ങണം. പക്ഷെ അബൂ സുഫിയാൻ ഇത് അറിഞ്ഞു. എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ബദറിൽ വന്നിരിപ്പുണ്ട്. എന്തിന്? എൻ്റെ ഈ സമ്പത്ത് വാങ്ങാൻ. അതായത് അവരുടെ സമ്പത്താണ്, പക്ഷെ അത് ഞാനിപ്പോൾ എൻ്റെതാക്കിയല്ലോ, എൻ്റെ ഈ സമ്പത്ത് വാങ്ങാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട് എന്ന വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അബൂ സുഫിയാൻ എന്ത് ചെയ്തു? 2 ആളുകളെ നേരെ മക്കയിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ യുദ്ധത്തിന് തയ്യാറായിക്കോ, നമ്മുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഈ മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയുണ്ട്? ബദറിലുണ്ട്. അപ്പൊ അബൂജഹലും ഉത്ബത്തും ഷൈബത്തൊക്കെ അവർക്ക് അഹങ്കാരമായി, അവർക്ക് എന്താ പറയാ, അവർക്ക് ഭയങ്കര ഉഷാറായി. ആഹാ, യുദ്ധമാണോ, നമുക്കിപ്പോൾ തകർക്കാം, നമുക്ക് ബദറിലേക്ക് പോകാം, മുസ്ലിമീങ്ങളെ തീർക്കാം എന്നൊക്കെ അവർ പറഞ്ഞു. അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. ഈ സമയത്ത് അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ബദറിലൂടെ മക്കയിലേക്ക് പോവേണ്ടതിന് പകരം കടലിന്റെ കരയിലോ ചെങ്കടൽ തീരത്തുകൂടി നേരെ മക്കയിലേക്ക് ചെന്നു. അപ്പോൾ മക്കയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അബൂ സുഫിയാൻ വന്നു. അബൂ സുഫിയാൻ അവന്റെ കച്ചവട സാമഗ്രികളുമായിട്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ആരും തടഞ്ഞിട്ടില്ല. കാരണം ഇവൻ ചെങ്കടലിന്റെ തീരത്തു കൂടിയാണ് വന്നത്. എന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, നമുക്കിനി യുദ്ധത്തിനൊന്നും പോവണ്ട, കാരണം നമ്മുടെ സമ്പത്തൊക്കെ സേഫ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, യുദ്ധമൊന്നും വേണ്ട, മുഹമ്മദിനെ കൂട്ടരെയും വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ടും അവിടെ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അവർ പറഞ്ഞു, അങ്ങനെ വിടാൻ പറ്റൂല, അവർ നമ്മുടെ ശത്രുക്കളാണ്, അവരെ ഏതായാലും നമ്മൾ തകർക്കണം, അവരെ ഏതായാലും നമ്മൾ തോൽപ്പിക്കും, അവരെ നമ്മൾ ഇല്ലാതാക്കും, ഇസ്ലാമിനെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞു. അഹങ്കാരത്തിന്റെ വാക്കുകൾ. മോയിൻകുട്ടി വൈദ്യര് ബദർ പടപ്പാട്ടൊക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്, ബദറിലേക്ക് വരുന്ന സ്വഹാബിമാര് 70 മെലിഞ്ഞ ഒട്ടകം, ആ 70 ഒട്ടകത്തിൽ 3 പേർക്ക് ഊഴം വെച്ച്, കുറച്ചു നേരം ഒരാൾ സഞ്ചരിക്കും, പിന്നെ ഒരാൾ ഇറങ്ങും, പിന്നെ ഒരാൾ സഞ്ചരിക്കും. അങ്ങനെ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണ്ണ്, പലർക്കും ചെരുപ്പില്ല, പലരും കാലിലൊക്കെ തുണിയൊക്കെ ചുറ്റി വെച്ചിട്ടാണ് പാവ സ്വഹാബിമാർ വരുന്നത്. അതുപോലെ തന്നെ പല സ്വഹാബിമാരും അവർക്ക് വാളില്ല, അതുപോലെ കുന്തമില്ല, ഒന്നുമില്ല, വെറും കൈയും വീശിയാ വരുന്നത്. കാരണം അവർ യുദ്ധത്തിനല്ലല്ലോ വരുന്നത്. അങ്ങനെ വരികയാണ്. ആ സമയത്ത് അബൂജഹലും കൂട്ടരും അവിടെ വരികയാണ്. അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ, ആ ഒരു വലിയ ആർഭാടത്തിന്റെ ആ ഒരു രൂപത്തിലാണ് വരുന്നത്. 950-ലധികം വരുന്ന ആളുകളുമായി, ഒരുപാട് ഒട്ടകങ്ങൾ, ഒരുപാട് കുതിരകൾ, ഒരുപാട് യുദ്ധ സാമഗ്രികൾ, കള്ള്, പെണ്ണ്, കഞ്ചാവ്, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ, അതുപോലെ തന്നെ പാട്ട്, മദ്ദളം, മേളം, ഗാനമേള എല്ലാമായിട്ട് യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ വരികയാണ്. മക്കയിൽ നിന്നും ബദറിലേക്ക് വരികയാണ്. ഈ ശത്രുക്കൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി, അതാ മക്കയിൽ നിന്നും ബദറിലേക്ക് ശത്രുക്കൾ വരുന്നു നബിയേ, അബൂജഹലും കൂട്ടരും വരുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട്. ഈ സമയത്താണ് നബി തങ്ങൾ അറിയുന്നത് യുദ്ധത്തിനായിട്ട് അതാ വരുന്നുണ്ട്. അബൂ സുഫിയാനൊക്കെ നേരെ മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്, ചെങ്കടലിന്റെ തീരത്തുകൂടി. നബി തങ്ങൾ നോക്കുമ്പോൾ പാവപ്പെട്ട മെലിഞ്ഞുണങ്ങിയ ഒരുപാട് സ്വഹാബിമാർ അവർ കിടന്നുറങ്ങുകയാ. അവരറിഞ്ഞിട്ടില്ല യുദ്ധം നടക്കാൻ പോകുന്നത്. നബി തങ്ങൾ സ്വഹാബിമാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സ്വഹാബ, ഞാനൊരു കാര്യം പറയട്ടെ, എന്താണെന്നറിയോ, നമ്മളിതാ യുദ്ധത്തിലേക്ക് പോവുകയാണ്. സ്വഹാബിമാർ ഞെട്ടിപ്പോയി, നബിയേ, നമ്മൾ യുദ്ധത്തിലേക്കോ? ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി നബിയെ, ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും? നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ യുദ്ധത്തിലേക്ക് പോവുകയാണ്. കാരണം നമ്മളെ ഇല്ലാതാക്കാൻ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശത്രുക്കൾ അതാ വന്നു കഴിഞ്ഞു. നോക്കുമ്പോൾ ശത്രുക്കൾ അബൂജഹലും കൂട്ടരും അതാ പാട്ടും കൂത്തുമായി ബദറിൽ മുസ്ലിമീങ്ങൾ തമ്പടിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ പേടിച്ചുപോയി. സ്വഹാബിമാരൊക്കെ ഇനി എന്നെ വിട്ടിട്ട് അവരൊക്കെ മദീനയിലേക്ക് തന്നെ ഓടിപ്പോകുമോ എന്ന് അവർ പേടിച്ചു എന്നാണ്. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? നമ്മൾ ഏതായാലും യുദ്ധത്തിലേക്ക് പോയി, നമ്മൾ ഇനി തിരിച്ചു പോയാൽ നമ്മുടെ കഥ ഇവിടെ കഴിക്കും. ഇവിടെ രണ്ടാലൊന്ന് സംഭവിക്കണം. ഒന്നുകിൽ ഇസ്ലാം ഇവിടെ അവശേഷിക്കണം, നമ്മൾ വിജയിക്കണം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടണം. രണ്ടാലൊന്ന് സംഭവിക്കും. ആ സമയത്ത് സ്വഹാബിമാരിൽപ്പെട്ട മഹാനായ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു തആല എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നബിയേ,
നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. നമ്മൾ യുദ്ധത്തിനല്ല വന്നത്, പക്ഷെ നമ്മളിപ്പോൾ യുദ്ധത്തിലേക്ക് എടുത്തിടപ്പെടുകയാണ്, നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ഫിർഔനിന് എതിരെ ആരാണ് എൻ്റെ കൂടെ യുദ്ധത്തിലുണ്ടാകുന്നതെന്ന് മൂസാ നബി ചോദിച്ചപ്പോൾ, മൂസ നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ അതുപോലെ ആ നന്ദി കെട്ട ആളുകളെ പോലെ ഞങ്ങളാവൂല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് സ്വഹാബിമാർ പറഞ്ഞു. അങ്ങനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി. നബിതങ്ങൾ സ്വഹാബിമാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സ്വഹാബാ നമ്മൾക്ക് അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കാം. അല്ലാഹുവാണ് നമുക്ക് ഈ സിറ്റുവേഷൻ തന്നത്, അല്ലേ? അല്ലാഹുവാണ് നമുക്ക് ഈ ഒരു അവസ്ഥ തന്നത്. അല്ലാഹു നമ്മളെ രക്ഷിക്കും. എന്നിട്ട് നബിതങ്ങൾ അതാ ബദർ യുദ്ധത്തിന്റെ ബദർ സമരത്തിന്റെ തലേ രാത്രി നബിതങ്ങൾ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ദുആരക്കുന്നുണ്ട്. നബി ഇങ്ങനെ കൈ ഉയർത്തി നബിതങ്ങളുടെ കക്ഷത്തിന്റെ വെളുപ്പ് കാണുന്ന തരത്തിൽ നബി ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് നബി ഇങ്ങനെ ദുആരക്കുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ, അല്ലാഹുവേ പടച്ചവനെ രക്ഷിക്കണേ അല്ലാ, അല്ലാഹുവേ പടച്ചവനെ ഈ കാണുന്ന ചെറിയ സംഘം, ഈ കാണുന്ന കുഞ്ഞു സംഘത്തെ നീ എങ്ങാനും പരാജയപ്പെടുത്തിയാൽ അല്ലാഹുവേ പടച്ചവനെ പിന്നെ ഇസ്ലാം എന്ന് പറയാൻ, പിന്നെ മുസ്ലിം എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടാവില്ല അല്ലാ. اللهم ان تهلك هذه العصابه من اهل الاسلام ولا تعبد في الارض. അല്ലാഹുവേ ഈ കാണുന്ന മെലിഞ്ഞുണങ്ങിയ സ്വഹാബിമാർ 313ഓളം വരുന്ന ഈ പാവപ്പെട്ട ആളുകൾ ഇവരെങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ റബ്ബേ അല്ലാഹുവേ പടച്ചവനെ പിന്നെ ഇസ്ലാം എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. നബി തങ്ങൾ ദുആ ചെയ്തു. സ്വഹാബിമാരൊക്കെ ദിക്റുകൾ പറയാൻ തുടങ്ങി, തസ്ബീഹുകൾ പറയാൻ തുടങ്ങി. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതാണ് ആ പുണ്യമായ 4 ദിക്റുകൾ, സ്വഹാബിമാർ പറഞ്ഞ 4 ദിക്റുകൾ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അങ്ങനെ പുണ്യമായ ആ ദിക്റുകൾ അവരിങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. അതാ ആ സമയം വരെ മഴയില്ലായിരുന്നു, കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അന്നത്തെ രാത്രി അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ സമാധാനപ്പെട്, നിങ്ങൾ സങ്കടപ്പെടല്ലേ, അള്ളാഹുവിന്റെ വലിയ സഹായം നമുക്കുണ്ടാകും, അള്ളാഹു തആല നമ്മെ സഹായിക്കും, ഒരു തരത്തിലും വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട എന്നൊക്കെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുകയാണ്. ആ സമയത്ത് സ്വഹാബിമാരൊക്കെ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചെറിയൊരു മഴ പെയ്യുന്നു. സ്വഹാബിമാർക്ക് സന്തോഷമായി. കാരണം അതുവരെ കുടിക്കാനൊന്നും വെള്ളമില്ലായിരുന്നു. എല്ലാവരും കുടിക്കാനും കുളിക്കാനൊക്കെ വെള്ളം എടുത്തു വെച്ചു. അവരൊക്കെ ആവോളം വെള്ളം കുടിച്ചു. ഈ സമയത്ത് ശത്രുക്കളുടെ ഭാഗത്ത് മഴയില്ല, മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് മാത്രം മഴയുണ്ട്. ഈ സംഭവം നടക്കുന്നത് റമളാനിന്റെ നോമ്പുകാരാണവർ. പരിശുദ്ധമായ റമളാനിൽ 17-ാം രാവിലാണ് ഈ സംഭവം നടക്കുന്ന. ഒരു വെള്ളിയാഴ്ച ദിനമായിരുന്നു എന്നാണ്. പല രൂപത്തിലും അല്ലാഹു തആല ബദറിൽ മുസ്ലിമീങ്ങളെ സഹായിച്ചു. മലക്കുകളെ ഇറക്കി. 5000-ഓളം വരുന്ന മലക്കുകൾ, അല്ലെ? ആ മലക്കുകളെ അല്ലാഹു തആല ഇറക്കുകയാണ്. മലക്കുകളെ അല്ലാഹു തആല ഇറക്കി. അല്ലാഹു തആല മുസ്ലിമീങ്ങളെ സംരക്ഷിച്ചു എന്നാണ്. പിന്നെയോ ഈ മുസ്ലിമീങ്ങളുടെ കണ്ണിൽ, സ്വഹാബിമാരുടെ കണ്ണിൽ ശത്രുക്കൾ ചെറുതാക്കി അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. നല്ല മഴ കൊടുത്തു. ആ മഴയുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ശത്രുക്കളുടെ ഭാഗത്ത് മഴയില്ല, പക്ഷെ മുസ്ലിമുകളുടെ ഭാഗത്ത് മഴയുണ്ട്. എന്താ ഇതിനൊക്കെ കാരണം? നബി തങ്ങൾ ദുആ ചെയ്തു. പിന്നെയോ അല്ലാഹുവിലേക്ക് അവർ ഭരമേൽപ്പിച്ചു. ഈ 4 ദിക്റുകൾ സ്വഹാബിമാരിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് മാത്രം മഴ പെയ്തു, നല്ല വെള്ളം കിട്ടി. കുറച്ച് സ്വഹാബിമാർ ചെന്നിട്ട് അവരൊരു ഹൗദ് പോലെ വെള്ളം ഇങ്ങനെ തടഞ്ഞു വെച്ചു. ആ ഹൗദിൽ നിന്നും അവരിങ്ങനെ വെള്ളം കുടിക്കുന്നു. അപ്പോൾ ശത്രുക്കളിൽപ്പെട്ട അസ്വദ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ പാതിരാത്രി വന്നിട്ട് മുസ്ലിമീങ്ങളുടെ ഈ ഹൗദ് ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി, അത് ചെളിവെള്ളമാക്കാൻ വേണ്ടി ഇങ്ങനെ പതിയെ വരികയാണ്. ഈ സമയത്താണ് ആ ഹൗദിന് കാവലായിട്ട് അള്ളാന്റെ സിംഹം എന്നറിയപ്പെടുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അസ്വദ് ഇത് കണ്ടില്ല. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മോയിൻകുട്ടി വൈദ്യര് ഒരു ബദർ പടപ്പാട്ട് എഴുതുന്നു. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയ സുവദിൽ മാറടാ ഫല്ലൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഖൈറുൽ വറം നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ തുമ്പിക്ക് മാമാദം പൊട്ടിയോളമട്ടെ കൂറിയ വാക്കിനെ കേട്ട് വെളിപ്പെട്ട് സംസരിക സരിക എന്ന് പറഞ്ഞുള്ള ആ ഒരു പാട്ട്. അതെന്താണ്?
ഈ മുസ്ലിമീങ്ങൾക്ക് മാത്രം മഴ പെയ്തു. അവരെന്ത് ചെയ്തു? വെള്ളം ഇങ്ങനെ ഒരു ഹൗദ് പോലെ വെച്ചു, അതിൽ നിന്ന് കുടിക്കുന്നു, അതിൽ നിന്ന് കുളിക്കുന്നു. ആ സമയത്ത് ഈ ഹൗദ് നശിപ്പിക്കാൻ വേണ്ടി, ഈ വെള്ളക്കെട്ട് നശിപ്പിക്കാൻ വേണ്ടി അസ്വദ് എന്ന് പറയുന്ന ഒരാൾ വന്നു ശത്രുക്കളുടെ ഭാഗത്തു നിന്ന്. അപ്പോഴാണ് അവിടെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നത്. ആ ഒരു സന്ദർഭമാണ് ഈ പാട്ടിലൂടെ വിവരിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായി സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സ്വഹാബിമാരിങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഓരോ സ്വഹാബിമാർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ യുദ്ധം അത് മുസ്ലിമീങ്ങൾ എടുത്തിടപ്പെടുകയാണ്. യുദ്ധത്തിനായി പോയതല്ല, പക്ഷെ യുദ്ധം അവർക്ക് ചെയ്യേണ്ടി വന്നു. എങ്ങനെ? ഈ അബൂ സുഫിയാന്റെ കയ്യിൽ നിന്നും അവരുടെ സമ്പത്ത് വാങ്ങാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ സമ്പത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ ചെങ്കടലിന്റെ തീരത്തുകൂടി മക്കയിലേക്ക് പോയി. ആ മക്കയിലുണ്ടായിരുന്ന ആളുകൾ നബിയെയും സ്വഹാബിമാരെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിനായി ഇങ്ങോട്ട് വന്നതാണ്. ആ സമയത്ത് എന്താ, യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാരിങ്ങനെ നിൽക്കുകയാണ്. ശത്രുക്കൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ശത്രുക്കളുടെ കയ്യിൽ മദ്യമാണ്. അവരിങ്ങനെ പെരുമ്പറ മുഴക്കുകയാണ്, ആക്രോശിക്കുകയാണ്. ഇപ്പൊ തീർത്തു തരാം, ഇതൊക്കെ നിസ്സാരമായ സമയം മതി എന്നൊക്കെ അവരിങ്ങനെ അഹങ്കരിക്കുകയാണ്. ആ സമയത്താണ് യുദ്ധം തുടങ്ങുകയാണ്. സ്വഹാബിമാരേതാ ഏറ്റുമുട്ടുകയാണ്. പല സ്വഹാബിമാരും ശത്രുക്കളെ വെട്ടാൻ വേണ്ടി വാൾ ഓങ്ങുന്ന സമയത്ത് ശത്രുക്കളുടെ തല അറുത്തു പോവുകയാണ്. നോക്കുമ്പോ അത് ആരാണ്? അല്ലാഹു തആല മലക്കുകളെ ഇറക്കിയിട്ട് സഹായിച്ചതാണ്. പല സ്വഹാബിമാർക്കും വാളുകളില്ല, കുന്തങ്ങളില്ല, യുദ്ധ സാമഗ്രികളില്ല. ഈത്തപ്പനയുടെ ഓല മടലാണ് കയ്യിലുള്ളത്. ആ സമയത്ത് ആ ഈത്തപ്പന മടല് വാളായി മാറുകയാണ്. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുകയാണ്. അഹങ്കാരിയായ അബൂജഹൽ, അല്ലെ, അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന, കയ്യിൽ ഒരുപാട് മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അബൂജഹൽ. എന്തിനാ? എൻ്റെ ഈ മോതിരം കണ്ടിട്ട് മുഹമ്മദൊക്കെ ഒന്ന് കിടുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പട്ടിന്റെ വസ്ത്രത്തിന്റെ മേൽ വസ്ത്രം, വലിയ തലപ്പാവൊക്കെ കെട്ടിയിട്ടാണ് ഈ അബൂജഹൽ വന്നതെന്നാണ് യുദ്ധത്തിന് വേണ്ടി. എന്താ, അങ്ങനെ വലിയ അഹങ്കാരത്തിൽ വന്നു. ആ സമയത്താണ് യുദ്ധത്തിൽ മുആദ് ബിൻ ജഫ്റാഹ് എന്നും മുആദ് ബിൻ ജുമൂഹ് എന്ന് പറയുന്ന രണ്ട് ചെറിയ കുട്ടികൾ വന്നു. കുട്ടികൾ വന്നിട്ട് അബൂജഹലിനെ വെട്ടി വീഴ്ത്തുകയാണ്. അതായത് ചെറിയ കുട്ടികളെ കൊണ്ട് അവനെ ഇല്ലാതാക്കി കളഞ്ഞു. അവന്റെ അഹങ്കാരം അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അങ്ങനെ എത്രയോ ഇങ്ങനെ യുദ്ധം തുടങ്ങി. അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായമുണ്ടായി. അവസാനം ബദരീങ്ങൾ ബദറിൽ വിജയിക്കുകയാണ്. 14ഓളം ആളുകൾ ബദർ യുദ്ധത്തിൽ ഷഹീദായി. 74 പരം വരുന്ന ശത്രുക്കൾ അവിടെ മരിച്ചു വീഴുകയാണ്. അള്ളാഹുവിന്റെ സഹായമുണ്ടായി. ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന യുദ്ധമാണ്. അതായത് മുസ്ലിമീങ്ങളുടെ ശക്തി കണ്ടപ്പോൾ, അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവരൊക്കെ ശാരീരികമായി ബലഹീനരാൻ, പക്ഷെ അവർക്ക് ഈമാനികമായ ആവേശമുണ്ടായി. 4 ദിക്റുകൾ അവർ ആവർത്തിച്ചു. അതും നമ്മൾ പറയണം. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ആ ദിക്റുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് ബദർ. അന്ന് ആ ബദരീങ്ങൾ ബദറിൽ വിജയിച്ചത് കൊണ്ടാണ് ഇസ്ലാം ഇവിടെ ഉണ്ടായത്. ആ യുദ്ധം അല്ലാഹുവേ, അല്ലേ, എത്രയോ അത്ഭുതമായിരുന്നു ആ യുദ്ധം. ആ പങ്കെടുത്ത അന്ന് അവർക്ക് തിരിച്ചു പോരാമായിരുന്നു. തലേന്ന് രാത്രി നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? ആ സമയത്ത് പല സ്വഹാബിമാർക്കും പോകാമായിരുന്നു. അവർക്ക് എന്താണ്, കയ്യിൽ യുദ്ധത്തിന്റെ സാമഗ്രികളില്ല. ശത്രുക്കളാണെങ്കിൽ ഒരുപാട് യുദ്ധത്തിന്റെ ഇരട്ടിയുണ്ട്. ഇവർ 313 ആണെങ്കിൽ അവർ 950,000-ഓളം ആളുകളുണ്ട്. ഇരട്ടിയുടെ ഇരട്ടിയുണ്ട് അവിടെ. ഇവർക്ക് കണ്ടിട്ട് പേടിച്ചു പോകാമായിരുന്നു. പക്ഷെ അവർ നിന്നു. ഇന്ന നബിയെ, ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ, ഞങ്ങളുണ്ടാകും. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങൾ, പക്ഷേ ഞങ്ങൾക്ക് ഈമാനുണ്ട്. അവരുടെ ഈമാനാണ് നമുക്കും വേണ്ടതെന്നാണ്. ആ ഈമാനാണ് നമുക്കും വേണ്ടത്. അതുകൊണ്ട് സ്വഹാബിമാർ അന്ന് അവർ ചെയ്ത ത്യാഗം അത് നമ്മൾ ഇന്നും സ്മരിക്കുകയാണ്. എങ്ങനെ? ബദർ മൗലിദിലൂടെ, ബദർ തവസ്സുൽ ബൈത്തിലൂടെ, അല്ലേ, തവസ്സുൽ ബൈത്ത്, അതുപോലെ തന്നെ മഹ്ലറത്തുൽ ബദരിയ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മജ്ലിസുൻ നൂർ, ഇങ്ങനെ ഒരുപാട് ഗദ്യ പദ്യ പാരായണങ്ങളിലൂടെ നമ്മൾ ഇന്നും ബദരീങ്ങളെ സ്മരിക്കുകയാണ്. അതുകൊണ്ട് ആ ബദരീങ്ങളോട് നമ്മൾ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ സമ്പത്തും എല്ലാം കടപ്പെട്ടവരാണ്. അന്നവർ യുദ്ധം ചെയ്തില്ല എങ്കിൽ, യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇങ്ങനെ മുസ്ലിമീങ്ങളായി ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അബൂജഹലിന്റെ ആ അഹങ്കാരം അല്ലാഹു തആല തീർത്തു കൊടുത്തു എന്നാണ് ചരിത്രം. ഞാൻ ചുരുക്കി പറഞ്ഞു എന്നാണ്. ഒരുപാട് ഇനിയുണ്ട് പറയാൻ. അല്ലാഹുവേ പടച്ചവനെ, ആ ബദരീങ്ങൾ അവരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കടക്കാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. ആ ബദരീങ്ങളുടെ സ്മരണയാണ് ഇന്നും നമ്മുടെ നാടുകളിൽ കാണുന്ന 17-ാം രാവിലെ നമ്മൾ നടത്തുന്ന ഈ പുണ്യമായ പരിപാടിക്കൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കണം. ഇന്ന് പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ സുന്ദരമായ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു സ്വലാത്ത് പറഞ്ഞു തരാം. ഒരു സ്വലാത്ത് ബദരീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ. ഏതാണ് ആ സ്വലാത്ത്?
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദ്രിഹി വസല്ലിം. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദ്രിഹി വസല്ലിം എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദ്രിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وأصحاب بدره وسلم. അല്ലാഹുവേ, മുത്തായ റസൂലിന്, അവിടുത്തെ കുടുംബത്തിന്, ആ മുത്തു റസൂലിന്റെ കൂടെ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുണ്ടല്ലോ, മുത്തു റസൂലിന്റെ ബദരീങ്ങളായ സ്വഹാബിമാരുണ്ടല്ലോ, അവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദ്രിഹി വസല്ലിം. അപ്പൊ ഈ പുണ്യമുള്ള ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക. ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കണം അല്ലെ? ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത് പ്രവാചകന്മാരാ, അതിനുശേഷം സ്വഹാബിമാരാ. സ്വഹാബിമാരിൽ ആദ്യം സ്വർഗത്തിൽ കടക്കും 1,00,000-ൽ പരം വരുന്ന സ്വഹാബിമാരുണ്ടെന്നാണ്. 1,00,000-ൽ പരം വരുന്ന സ്വഹാബിമാർ. ആ 1,00,000-ഓളം ആളുകളിൽ ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന 313 സ്വഹാബിമാർ, അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കണം. അതിന് ഈ സ്വലാത്ത് നമുക്ക് പതിവാക്കാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി ബദ്രിഹി വസല്ലിം. അല്ലാഹു തആല ബദ്രീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ തിങ്കളാഴ്ച, നാളെ ദുഹർ കഴിഞ്ഞ് അസർ കഴിഞ്ഞ്, അതുപോലെ തന്നെ നാളെ തറാവീഹ് കഴിഞ്ഞു ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 17, അതായത് ചൊവ്വാഴ്ചയാണ് 17-ാം ദിനം, ബദർ ദിനം ചൊവ്വാഴ്ചയാണ്. അന്നുമൊക്കെ മൗലിദൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മൗലിദ് മാത്രമല്ല, ഈ ബദരീങ്ങളെ പറ്റി പറയുന്ന അനുസ്മരണ സദസ്സുകളുണ്ട്, ഇതുപോലെയുള്ള ക്ലാസ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി കേൾക്കുക. കാരണം വദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ്, സ്വാലിഹീങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളിൽ പ്രധാന സ്ഥാനം ബദരീങ്ങൾക്കാണ്. ഇവരെ പറ്റി പറയുന്നത് കേൾക്കുന്നതും എന്താണ്? നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ബദരീങ്ങളെ പറ്റിയുള്ള ഈ അനുസ്മരണം, ഞാനിത് ചുരുക്കിയാണ് പറഞ്ഞത്, ഒരുപാടുണ്ട് പറയാൻ, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ബദരീങ്ങളുടെ ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു. അവരാരാണ് നമുക്ക് മനസ്സിലായി. അവരില്ലെങ്കിൽ നമ്മളില്ല എന്നാണ്. ഇസ്ലാം ഇല്ല, പക്ഷേ ആ ഇസ്ലാമിന് ഇന്ന് കാണുന്ന ഇസ്സത്ത് കിട്ടാൻ കാരണം ആ ബദരീങ്ങളായ സ്വഹാബിമാരാണ്. അതോടൊപ്പം തന്നെ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ബദരീങ്ങൾ പറഞ്ഞ 4 പുണ്യമായ ദിക്റുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബദരീങ്ങളെ പറ്റിയുള്ള സ്വലാത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു 2 കാര്യങ്ങളും നമ്മൾ മറന്നു പോവണ്ട. ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നത് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. ഒരുപാട് ആളുകളുണ്ട് അല്ലെ? ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ സ്വഹാബിമാർക്കിടയിൽ പോലും അവർക്ക് വലിയ ശ്രേഷ്ഠതയായിരുന്നു എന്നാണ്. എല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർ ആരെങ്കിലും വന്നാൽ എല്ലാവരും മാർക്ക് കൊടുക്കും, എന്നിട്ട് അവർക്ക് മുന്നിൽ ഒരു സ്ഥാനം കൊടുക്കുമായിരുന്നു എന്നാണ്. അത്രമാത്രം പവർ ആയിരുന്നു അന്നത്തെ കാലത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അവർക്ക് വലിയ സ്ഥാനം കൊടുക്കണം. അവർ വലിയ സ്ഥാനമുള്ളവരാണ്. അല്ലാഹു തആല അവരുടെ പൊരുത്തവും അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീഖും നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ എന്തൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം മനസ്സിൽ മുറാദുകളുണ്ടോ, എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ബദരീങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അവരെ പറ്റിയുള്ള ഈ സ്മരണകൾ, അവരെ പറ്റി പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നീ ഞങ്ങളിൽ നിന്നും നല്ലൊരു കർമ്മമായി നീ ഖബൂലാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.